പശ്ചിമേഷ്യ യുദ്ധപ്രതീതിയിൽ ഇറാൻ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ ഇസ്രയേലിന്റെ രൂക്ഷ ആക്രമണം. 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇന്നലത്തെ ആക്രമണത്തിൽ മാത്രം 100-ലേറെ പേർ മരിച്ചു. സ്റ്റേറ്റ് ടിവി ഓഫീസിലേക്ക് മിസൈൽ. സംഘർഷം അവസാനിപ്പിക്കണമെന്ന G7 പ്രമേയത്തിൽ ഒപ്പിടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നു. 110 പേരെ അർമേനിയയിൽ എത്തിച്ചു. ഇറാൻ വിട്ട് ജനങ്ങളുടെ കൂട്ടപലായനം. അഭയാർത്ഥി പ്രവാഹം വർദ്ധിച്ചതോടെ പാകിസ്ഥാൻ അതിർത്തി അടച്ചു. ഇസ്രയേലിലുള്ള ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കും. നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം. അവസാന മണിക്കൂറുകളിൽ ചർച്ചയായി. അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ വീട്ടിലെ M സ്വരാജിന്റെ സന്ദർശനം. തർക്ക വിഷയമാക്കേണ്ടെന്ന് സ്വരാജ്. ഷൗക്കത്ത് പോകാത്തത് ചർച്ചയാകില്ലെന്ന് സണ്ണി ജോസഫ്. PV അൻവർ കൊട്ടിക്കലാശത്തിനില്ല, വോട്ടെടുപ്പ് മറ്റന്നാൾ. കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതികളായ പോലീസുകാർ അറസ്റ്റിൽ. SP ഓഫീസിലെ ഡ്രൈവർമാരായ ഷൈജിത്തും സനിത്തും പിടിയിലായത് താമരശ്ശേരിയിൽ നിന്ന്. കേരള സർവകലാശാല സെനറ്റ് യോഗം ഇന്ന്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ പങ്കെടുക്കും. ഭാരതാംബയുടെ ചിത്രവിവാദത്തിൽ അംബേദ്കറുടെ ചിത്രം ഉയർത്തി പ്രതിഷേധിക്കാൻ SFI. കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. സിൻഡിക്കേറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധിയുടെ തെരഞ്ഞെടുപ്പും ഇന്ന്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് താൽക്കാലിക ശമനം. ഇന്ന് റെഡ് അലർട്ട് ഇല്ല. കണ്ണൂരിലും കാസർഗോഡും ഓറഞ്ച് അലർട്ട്. മഴ ഒഴിഞ്ഞെങ്കിലും നാടെങ്ങും മഴക്കെടുതി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച 119 പേരെ തിരിച്ചറിഞ്ഞു. 74 പേരുടെ മൃതദേഹം വിട്ടു നൽകി. പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞില്ല. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കാനഡയിൽ. ഇറാൻ ഇസ്രയേൽ സംഘർഷം ചർച്ചയാകും. ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്കും സാധ്യത.